ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് ആണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത്? കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ 13 പ്രിൻസിപ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹയറാർക്കിയാണ്. കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഹയറാർക്കി. എന്താണ് ഹയറാർക്കി? എവിടെ നിന്നാണ് ഹയറാർക്കി വരുന്നത്? ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പ്രൈവറ്റ് കമ്പനീനെ പബ്ലിക് കമ്പനിയാക്കി മാറ്റുന്ന സമയത്ത്, ഈ ഒരു ഫോർമേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രോസസ്സ് ഉണ്ടാവും. ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോയാലേ നമുക്ക് നടത്തിയെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഏത്? ഈ ഒരു ഫോർമേഷൻ അല്ലേ? പ്രൈവറ്റ് കമ്പനീനെ പബ്ലിക് കമ്പനിയാക്കി മാറ്റുക എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഫയൽ ചെയ്യണം. അത് ഞാൻ എന്താണെന്ന് പറയാം. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യണം. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പിന്നെ സിഇഒനെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കമ്മിറ്റീസ് വേണം. ഓഡിറ്റ് കമ്മിറ്റി, കോമ്പൻസേഷൻ കമ്മിറ്റി, ഇവരുടെ റിക്വയർമെൻറ്റ് നിശ്ചയിക്കണം. അതുപോലെ തന്നെ ഇവരുടെ റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഹയറാർക്കി അല്ലേ? ആദ്യം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരുന്നു, പിന്നെ സിഇഒ വന്നു, പിന്നെ കമ്മിറ്റീസ് രൂപീകരിച്ചു. അപ്പോൾ ഈ മുകളിൽ നിന്ന് ഈ താഴത്തേക്കുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ, ഇതിനെ പറയുന്ന പേരാണ് ഹയറാർക്കി. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു കോർപ്പറേറ്റ് ഫോർമേഷൻ ഓഫ് എ കോർപ്പറേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫോർമേഷൻ ഓഫ് എ കോർപ്പറേഷൻ എന്ന് നമുക്ക് നോക്കാം. അതായത് എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് കമ്പനീനെ പബ്ലിക് കമ്പനിയാക്കി മാറ്റുക, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്. ഇതവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈച്ച് സ്റ്റേറ്റ്സ് ഹാസ് ഇറ്റ്സ് ഓൺ ലോസ് ഗവർണിംഗ് കോർപ്പറേറ്റ് ഫോർമേഷൻ ആൻഡ് ഓപ്പറേഷൻസ്. അതായത് നമ്മൾ US കോർപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത്. US ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവാം. കോർപ്പറേറ്റ് ഫോർമേഷനും ഓപ്പറേഷനും ഒക്കെ ആയിട്ട് ഓരോ സ്റ്റേറ്റിനും ഓരോ റെഗുലേഷൻസ് ആവാം, ഓരോ റൂൾസ് ആവാം. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ്, ദ ഫോം ഓഫ് എ കോർപ്പറേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ എ ചാർട്ടർ മസ്റ്റ് ബി സബ്മിറ്റഡ് ടു ദ അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ് അതോറിറ്റി. ഈ ചാർട്ടർ എന്ന് പറയുമ്പോഴേക്കും ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ പറയുന്ന മറ്റൊരു പേരാണ് ചാർട്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രൈവറ്റ് കമ്പനീനെ പബ്ലിക് കമ്പനി ആക്കുക എന്നുള്ള നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് ഏത് സ്റ്റേറ്റിലാണോ നമ്മളുള്ളത് ആ സ്റ്റേറ്റിൻ്റെ അതോറിറ്റിക്കായിരിക്കും അല്ലേ? അതായത് പ്രൈവറ്റ് കമ്പനീനെ പബ്ലിക് കമ്പനി ആക്കുക എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ, ഈ ഫോർമേഷന് നമ്മളൊരു നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റിലെ അതോറിറ്റിക്കായിരിക്കും കൊടുക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞു US ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി നമുക്ക് നമ്മുടെ ഹീറോ ആരാണ്, എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പ്രൈവറ്റ് കമ്പനീനെ പബ്ലിക് കമ്പനി ആക്കുക എന്ന് ഒരുപാട് സമയമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടതുണ്ട് അല്ലേ? ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യമുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ദ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇസ് കോർപ്പറേഷൻസ് ഫൗണ്ടിങ് ലീഗൽ ഡോക്യുമെൻറ്റ്. അതായത് ആ ഒരു ഫൗണ്ടിങ് ലീഗൽ ഡോക്യുമെൻറ്റ്, ആ ഒരു ടേം സ്പെസിഫൈ ചെയ്ത് പറയുന്നതുണ്ടോ, ഫൗണ്ടിങ് ലീഗൽ ഡോക്യുമെൻറ്റ് അല്ലേ? അതായത് ഫൗണ്ടേഷൻ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കേണ്ട ആ ഒരു ആപ്ലിക്കേഷനെയാണ് ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. എന്തിനു കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ? നമ്മുടെ പ്രൈവറ്റ് കമ്പനീനെ പബ്ലിക് കമ്പനിയാക്കി മാറ്റാൻ വേണ്ടി. ഈ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ പറയുന്ന പേരാണ് ചാർട്ടർ എന്ന് പറയും, സർട്ടിഫിക്കറ്റ് എന്ന് പറയും, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ഇൻക്ലൂഡ് ആകേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ ഇതിൽ വേണം എന്ന് നമുക്ക് നോക്കാം. കോർപ്പറേറ്റ് നെയിം അല്ലേ? ആപ്ലിക്കേഷനിൽ വേണ്ട ഫസ്റ്റ് കാര്യമാണ് കോർപ്പറേറ്റ് നെയിം, എന്താണോ നമ്മുടെ കമ്പനിയുടെ പേര് അത്. ദെൻ ലെങ്ത് ഓഫ് കോർപ്പറേറ്റ് ലൈഫ്, യൂഷ്വലി അത് പെർപ്പച്വൽ ആയിരിക്കാം. നമ്മുടെ കമ്പനിയുടെ ആയുസ്, എത്ര നാൾ നമ്മുടെ കമ്പനിക്ക് ലൈഫ് ഉണ്ടാകും, എത്ര നാൾ നമ്മുടെ കമ്പനി ഉണ്ടാകും, അതാണ് രണ്ടാമത്തത്. അത് യൂഷ്വലി പെർപ്പച്വൽ ആയിരിക്കും. ദെൻ പർപ്പസ് ആൻഡ് നേച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, എന്തിനാണ് ഇങ്ങനൊരു കമ്പനി, ഓക്കെ, ഇങ്ങനൊരു കമ്പനിയുടെ പർപ്പസ്, ആവശ്യം എന്താണ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബിസിനസ്, എന്താണ് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ്, ഇതായിരിക്കും മൂന്നാമത്. ദെൻ നാലാമത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ അല്ലേ? അതായത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മാക്സിമം ഷെയറിനെയാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് മെൻഷൻ ചെയ്യുക. നമ്പർ ആൻഡ് ക്ലാസസ് ഓഫ് ഷെയർസ് അല്ലേ? ഇപ്പോൾ നമ്മൾ 4 പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? കോർപ്പറേറ്റ് നെയിം, എന്താണോ നമ്മുടെ കമ്പനിയുടെ നെയിം അത്. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ലൈഫ്, കമ്പനിയുടെ ആയുസ് എത്ര നാളുണ്ടാവുമെന്ന്, അത് പെർപ്പച്വൽ ആയിരിക്കാം യൂഷ്വലി. മൂന്നാമത്തെ എന്തായിരുന്നു? നമ്മുടെ കമ്പനിയുടെ നേച്ചറും അതുപോലെ തന്നെ ബിസിനസ് ആക്ടിവിറ്റിയും. നാലാമത്തത് എന്താണ്? ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, എത്ര ഷെയർ വരെ നമുക്ക് മാക്സിമം ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും, അതാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. ദെൻ പ്രിവെൻറ്റീവ് റൈറ്റ് ഫോർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ടു മെയിൻറ്റെയിൻ ഓണർഷിപ്പ് പെർസെൻറ്റേജ്, അതായത്
നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ന്യൂ ഷെയർ വാങ്ങാനുള്ള റൈറ്റ് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ, എത്ര പെർസെൻറ്റേജ് ഷെയർസ് അവർ ഹോൾഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. ഇതിന് മുമ്പിലൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, വിട്ടുപോയി. പ്രൊവിഷൻസ് ഫോർ അമെൻഡിങ് ദ ആർട്ടിക്കിൾസ്. അമെൻഡിങ് എന്താണ് ആ വാക്ക്? അമെൻഡിങ്, മാറ്റം വരുത്തുക, ചേഞ്ച് അല്ലേ, എന്തെങ്കിലും ചേഞ്ച് ആർട്ടിക്കിൾസിൽ വരുത്താനുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊവിഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നെയിം വേണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ലൈഫിനെ കുറിച്ച് പറഞ്ഞു, എന്താണ് നമ്മുടെ കമ്പനിയുടെ ഉദ്ദേശം, എന്താണ് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മാക്സിമം നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഷെയർസിൻ്റെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു, അതിൻ്റെ ആ നമ്പർ കാണിക്കണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പ്രിയംറ്റീവ് റൈറ്റ് അല്ലേ, അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര പെർസെൻറ്റേജ് ഷെയർസ് ഹോൾഡ് ചെയ്താലായിരിക്കും പുതിയ ഷെയർ വാങ്ങാനുള്ള റൈറ്റ്, ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തായാലും അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഇൻകോർപ്പറേറ്റേഴ്സ് ആൻഡ് ഇനിഷ്യൽ ഡയറക്ടേഴ്സ്. ഇൻകോർപ്പറേറ്ററിൻ്റെ ഇനിഷ്യൽ ഡയറക്ടേഴ്സിൻ്റെ നെയിമും അഡ്രസ്സും ഇൻക്ലൂഡ് ചെയ്യണം. ഇനിഷ്യൽ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോഴേക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഉണ്ടെങ്കിൽ മതി, ചിലപ്പോൾ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടാവും ഡയറക്ടേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിഷ്യൽ ഡയറക്ടർ ഉണ്ടെങ്കിൽ നെയിമും അഡ്രസ്സും മെൻഷൻ ചെയ്യുക. ദെൻ ഇൻകോർപ്പറേറ്റേഴ്സ്. ആരാണ് ഇൻകോർപ്പറേറ്റേഴ്സ്? നമ്മൾ ഈ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ, ഇതിൽ സൈൻ ചെയ്യേണ്ട ആളാണ് ആര്? ഇൻകോർപ്പറേറ്റർ. നമ്മൾ ഈ എഴുതി ഉണ്ടാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, കമ്പനി നെയിം, കമ്പനിയുടെ ലൈഫ്, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, ഈ ഒരു ഫോം ഉണ്ടല്ലോ, ഈ ഫോമിൽ സൈൻ ചെയ്യേണ്ട ആളാണ് ഇൻകോർപ്പറേറ്റർ. അപ്പോൾ ഈ ഇൻകോർപ്പറേറ്ററിൻ്റെ നെയിമും അഡ്രസ്സും ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ഉണ്ടായിരിക്കണം. ദെൻ അടുത്തത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് രജിസ്റ്റേർഡ് ഏജൻറ്റ് ടു റിസീവ് ലീഗൽ നോട്ടീസ് അല്ലേ, അതായത് നമ്മുടെ രജിസ്റ്റേർഡ് ഏജൻറ്റിൻ്റെ നെയിമും അഡ്രസ്സും ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാൻഡേറ്ററി ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദെൻ അടുത്തത് റോൾ ഓഫ് ഇൻകോർപ്പറേറ്റർ. റോൾ ഓഫ് ഇൻകോർപ്പറേറ്റർ. ദ പേഴ്സൺ ഹൂ സൈൻ ദ ആർട്ടിക്കിൾ ഓഫ് ഇൻകോർപ്പറേഷൻ ആർ കോൾഡ് ഇൻകോർപ്പറേറ്റേഴ്സ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരാണോ നമ്മുടെ ഈ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ സൈൻ ചെയ്യുന്നത് ആളെ വിളിക്കുന്ന പേരാണ് ഇൻകോർപ്പറേറ്റർ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ഇൻകോർപ്പറേറ്റേഴ്സ്. ഓക്കെ, ദെൻ എന്താണ് അവിടെ റോൾസ്? ഇൻകോർപ്പറേറ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഫയലിംഗ് ദ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ വിത്ത് ദ സ്റ്റേറ്റ്. നമ്മുടെ ഈ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ, നമ്മുടെ ഈ ഒരു ഈ ഒരു ഫോം അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടത് ആരാണ്? ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഇൻകോർപ്പറേറ്ററാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഇൻകോർപ്പറേറ്ററിൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തത് വൺസ് ഫയൽ ദ അക്സെപ്റ്റഡ് ദ സർവീസ് സെൻറ്റ് ആൻഡ് കൺട്രോൾ ട്രാൻസ്ഫർ ടു ദ ഇനിഷ്യൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ, അതായത് ഈ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകോർപ്പറേറ്ററിൻ്റെ ഡ്യൂട്ടി അവിടെ കഴിഞ്ഞു, ഇൻകോർപ്പറേറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി അവിടെ കഴിഞ്ഞു. പിന്നെ ഈ കൺട്രോൾ ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? നമ്മുടെ ഇനിഷ്യൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് ഈ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. അതായത് നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ അവിടെ ഫയൽ ചെയ്ത് കഴിഞ്ഞു, ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകോർപ്പറേറ്റർ അവിടെ നിന്ന് റിസൈൻ ചെയ്യും, ആളുടെ ജോലി കഴിഞ്ഞു അല്ലേ. ആ ഇൻകോർപ്പറേഷൻ എന്ന് മീൻസ് ആ ഒരു ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ സൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇൻകോർപ്പറേറ്ററിൻ്റെ മീൻസ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇത് ഫയൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകോർപ്പറേറ്റർ അവിടെ നിന്ന് റിസൈൻ ചെയ്യും. പിന്നെ ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? പിന്നെ ആർക്കാണ് കൺട്രോൾ? ഇനിഷ്യൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്, അവരിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ലോസ് യൂഷ്വലി റിക്വയർ ദാറ്റ് ഇൻകോർപ്പറേറ്റേഴ്സ് ബി നാച്ചുറൽ പേഴ്സൺസ്, US സിറ്റിസൺസ് ആൻഡ് ഓവർ 18 years ഓഫ് ഏജ്. ഇത്രയേ ഉള്ളൂ. അതായത് US സിറ്റിസൺ ആയിട്ടുള്ള ഒരു നോർമൽ പേഴ്സൺ ആയാൽ മതി, ആൾക്ക് 18 വയസ്സിൽ കൂടുതൽ പ്രായം ഉണ്ടായിരിക്കണം, പ്രായപൂർത്തിയായിരിക്കണം. ഓക്കെ, അതായത് 18 മൈനർ ആകാൻ പാടില്ല, 18 വയസ്സിൽ കൂടുതലാകണം. അതുപോലെ തന്നെ US സിറ്റിസൺ ആയിട്ടുള്ള ആരായാലും മതി, എന്ത്? ഇൻകോർപ്പറേറ്റർ. അടുത്തത് നമ്പർ ഓഫ് ഇൻകോർപ്പറേറ്റേഴ്സ് വേരിയസ് ബൈ സ്റ്റേറ്റ് ബട്ട് ദ മോസ്റ്റ് സ്റ്റേറ്റ്സ് റിക്വയർ ഓൺലി വൺ. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു, ഓരോ സ്റ്റേറ്റിനും, US ഓരോ സ്റ്റേറ്റിനും ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഇൻകോർപ്പറേറ്റേഴ്സിൻ്റെ എണ്ണം വ്യത്യാസപ്പെടും അല്ലേ. അതായത് മോസ്റ്റ് ഓഫ് ദ കേസിലും എല്ലാ സ്റ്റേറ്റിലും ഒരു ഇൻകോർപ്പറേറ്റർ മതിയായിരിക്കും, ഇൻകോർപ്പറേറ്റേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്, ദ നമ്പർ ഓഫ് ഇൻകോർപ്പറേറ്റേഴ്സ് വേരി ബൈ സ്റ്റേറ്റ് അല്ലേ, അവരുടെ നമ്പർ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് റിക്വയർസ് ഓൺലി വൺ അല്ലേ, അതായത് നമ്മുടെ മോസ്റ്റ് ഓഫ് ദ കേസിലും ഒരു ഇൻകോർപ്പറേറ്റർ മതി. അടുത്തത് ആഫ്റ്റർ ഫയലിംഗ് ദ ഇനിഷ്യൽ ബോർഡ് അസ്യൂമിങ് ഓൾ കോർപ്പറേറ്റ് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലേ, അതായത് ഫയൽ ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെയുള്ള റെസ്പോൺസിബിലിറ്റീസും കൺട്രോളൊക്കെ കാരണമാണ് ഇനീഷ്യൽ ബോർഡ് ഓഫ് ഡയറക്ടറിൻ്റെ ആണ്. നമ്മുടെ ഇൻകോർപ്പറേറ്റർ അവിടെ നിന്ന് റിസൈൻ ചെയ്യും.
അപ്പോൾ ഇതാണ് ഇൻകോർപ്പറേറ്ററിൻ്റെ റോൾസ്. ആരാണ് ഇൻകോർപ്പറേറ്റർ? നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ സൈൻ ചെയ്യുന്നയാൾ, നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ. എന്തായിരുന്നു ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ? നമ്മുടെ ഫോം അല്ലേ, നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ, നമുക്ക് പ്രൈവറ്റ് കമ്പനീനെ പബ്ലിക് കമ്പനിയാക്കി മാറ്റാനുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ ആയിരുന്നു ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. ഇത് ഫയൽ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കായിരുന്നു? ഇൻകോർപ്പറേറ്ററിനായിരുന്നു. ആരായിരുന്നു ഇൻകോർപ്പറേറ്റർ? നമ്മുടെ US സിറ്റിസൺ ആയിട്ടുള്ള ഒരു നോർമൽ പേഴ്സൺ ആയാൽ മതി, 18 വയസ്സിൽ കൂടുതൽ പ്രായം ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഫസ്റ്റ് ഓർഗനൈസേഷണൽ മീറ്റിംഗ്. നമ്മൾ ഫയലൊക്കെ ചെയ്തു, നമ്മുടെ കമ്പനി പ്രൈവറ്റ് കമ്പനിയിൽ നിന്നും പബ്ലിക് കമ്പനിയായി, സക്സസ്ഫുള്ളി പബ്ലിക് കമ്പനിയായി. ഇനി അടുത്ത പ്രൊസീജിയേഴ്സ്. ഫസ്റ്റ് ഓർഗനൈസേഷണൽ മീറ്റിംഗ്. Once legal formed, the initial board of directors must hold a meeting to establish the governance framework. അല്ലേ, നമുക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വേണ്ടേ? നമ്മുടെ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആയി, അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു മീറ്റിംഗ് വിളിച്ചു, ഫസ്റ്റ് മീറ്റിംഗ് കമ്പനിയുടെ. എന്തൊക്കെയായിരുന്നു ആ മീറ്റിങ്ങിൻ്റെ അജണ്ട? അഡോപ്ഷൻ ഓഫ് ബൈലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അഡോപ്റ്റ് ചെയ്യുക. ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്തായിരിക്കും ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി, അതിനാണ് ബൈലോസ് എന്ന് പറയുക. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇന്റേണൽ റൂൾസ് ആൻഡ് മാനേജ്മെന്റ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ അല്ലേ, ആർക്കൊക്കെ ഇന്ന ഡ്യൂട്ടീസ് ആണ്, ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് ബൈലോസ് എന്ന് പറയുക. ദെൻ എലക്ഷൻ ഓഫ് ഓഫീസേഴ്സ്. നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇനിയിപ്പോൾ എന്താ അവരുടെ അടുത്ത ഡ്യൂട്ടി? CFOനെയും CEOനെയൊക്കെ സെലക്ട് ചെയ്യുക, ഓഫീസേഴ്സിനെ സെലക്ട് ചെയ്യുക. ദെൻ ഓതറൈസേഷൻ ടു ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. അതായത് നമ്മുടെ പ്രൈവറ്റ് കമ്പനിയിൽ നിന്നും പബ്ലിക് കമ്പനിയാക്കി മാറ്റിയപ്പോഴേക്കും ഈ കമ്പനിക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം, അത് ഓപ്പൺ ചെയ്യുക. ദെൻ നെയിം ഓതറൈസ്ഡ് സിഗ്നേച്ചേഴ്സ് അല്ലേ, അതായത് ആരാണോ നമ്മുടെ ചെക്കിലും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യുന്നുണ്ട് ആളെയും തീരുമാനിക്കുക. അടുത്തത് റെറ്റിഫിക്കേഷൻ ഓഫ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എൻറ്റേർഡ് ബൈ പ്രൊമോട്ടേഴ്സ് അല്ലേ, അതായത് നമ്മൾ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ പബ്ലിക് കമ്പനി ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരുപാട് കോൺട്രാക്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, അത് പരിശോധിക്കുക. ദെൻ അപ്രൂവൽ ഓഫ് സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് സ്റ്റോക്ക് സബ്സ്ക്രിപ്ഷൻസ്. നമ്മൾ പബ്ലിക് കമ്പനി ആവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്യും മാർക്കറ്റിലേക്ക് അല്ലേ. ഷെയർ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ കൊണ്ടുവരാനാണല്ലോ നമ്മൾ പ്രൈവറ്റ് കമ്പനിയിൽ നിന്നും പബ്ലിക് കമ്പനി ആകുക. അപ്പോൾ നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വരും അല്ലേ, ഒരുപാട് ഷെയറിൻ്റെ സബ്സ്ക്രിപ്ഷൻസ് വരും. അപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, അതല്ലാത്തതൊക്കെ ക്യാൻസൽ ചെയ്യുക. അതാണ് അടുത്തത്. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് എ രജിസ്റ്റേർഡ് ഏജൻറ്റ്, അതായത് ഒരു രജിസ്റ്റേർഡ് ഉള്ള ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുക. പിന്നെ അഡോപ്ഷൻ ഓഫ് എ കോർപ്പറേറ്റ് സീൽ ഫോർ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്. കമ്പനിയിൽ നിന്ന് പോകുന്ന എല്ലാ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സിനും ഒരു സീൽ ഉണ്ടാകണം. അപ്പോൾ ആ സീല് അപ്പോയിൻറ്റ് ചെയ്യുക, ആ ഒരു സീല് കൊണ്ടുവരിക. ദെൻ അഡ്രസ്സിങ് എനി ഓർഗനൈസേഷണൽ മാറ്റേഴ്സ് നെസസറി ഫോർ ഓപ്പറേഷൻസ്, അതായത് ഓപ്പറേഷൻസുമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ മെൻഷൻ ചെയ്യുക, നെസസറി ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ഓർഗനൈസേഷൻ മീറ്റിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. എന്തൊക്കെയായിരുന്നു? ബൈലോസ് അഡോപ്റ്റ് ചെയ്യുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരിക, ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരിക. അതാണ് അഡോപ്റ്റിംഗ് ബൈലോ. അതുപോലെ തന്നെ ഓഫീസേഴ്സിനെ എലക്ട് ചെയ്യുക, CEOനെയും CFOനെയും പോലെയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിനെ സെലക്ട് ചെയ്യുക. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഈ ബാങ്ക് അക്കൗണ്ടിൽ ആര് സൈൻ ചെയ്യണം, ആരാണോ ചെക്കിൽ സൈൻ ചെയ്യേണ്ടത് അത് തീരുമാനിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് അപ്രൂവ് ചെയ്യേണ്ടതൊക്കെ അപ്രൂവ് ചെയ്യാം, അതല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് മീറ്റിങ്ങിൻ്റെ അജണ്ട. ദെൻ അടുത്ത കാര്യം ഇമ്പോർട്ടൻസ് ഓഫ് ബൈലോസ്. എന്താണ് ബൈലോ? കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അഡോപ്റ്റ് ചെയ്യുക. ഒരു കമ്പനിയിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ആരാണിത് ചെയ്യേണ്ടത്, ഇത് ആര് ചെയ്യാൻ പാടില്ല എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും സ്ട്രക്ചറും കൊണ്ടുവരിക. അതാണ് ബൈലോസിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ. എൻറോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ എന്താ സംഭവിച്ചത്? അവിടെ ഈ ബൈലോ ഇല്ലായിരുന്നു, അവിടെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് എൻറോൺ പൂട്ടിപ്പോയത്. അപ്പോൾ ബൈലോസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സ്ട്രക്ചർ കൊണ്ടുവരിക. ദ ബൈലോസ് സെർവ്സ് ദ കോർപ്പറേഷൻ ഇന്റേണൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഞാൻ ആദ്യം ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ വാക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടന. ഒരു ഭരണഘടന കൊണ്ടുവരിക. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ. അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, നമുക്കൊരു നിയമമുണ്ട്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു ഭരണഘടന കൊണ്ടുവരിക. ഇപ്പോൾ പോലീസ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് നിയമം കയ്യിലെടുക്കുക എന്ന് പറയുന്ന പോലെയാവും. അപ്പോൾ ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, ഇത് ആരൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഭരണഘടന നമ്മുടെ ഇന്ത്യക്കുണ്ട്. അതുപോലെ ഒരു കമ്പനിക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന കൊണ്ടുവരിക. അതാണ് ബൈലോയുടെ
ഇമ്പോർട്ടൻസ്. ദെൻ അടുത്തത് എന്താണ്? അമെൻഡിങ് ദ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ. അമെൻഡിങ് ദ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അമെൻഡിങ്, അതായത് എന്തെങ്കിലും മാറ്റം നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ വരുത്താനുണ്ടെങ്കിൽ അതിനെയാണ് ഈ അമെൻഡിങ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ലടാ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകും. അതുപോലെ തന്നെ ചിലപ്പോൾ അഡ്രസ്സ് കൊടുത്ത സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകും, അപ്പോൾ അത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ എന്താണോ നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ കൊടുത്തത് അത് മാത്രമേ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പോൾ ഓതറൈസ്ഡ് ഷെയർ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ കൊടുത്താൽ മാത്രമേ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രമേ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ അതിനെയാണ് അമെൻഡിങ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് റെസ്പോൺസിബിലിറ്റീസാണ് പഠിക്കാനുള്ളത്. നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ CFOയുടെയും CEOയുടെയും നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിയുടെയൊക്കെ റെസ്പോൺസിബിലിറ്റീസാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു അവിയൽ പരിഭവമാവും. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ്, ബോർഡ് ഓഫ് ഡയറക്ടറിൻ്റെയും CEOയുടെയും ഓഡിറ്റ് കമ്മിറ്റീസിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റീസും ഇവിടെ റിക്വയർമെൻറ്റൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതോടുകൂടെ നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇന്റേണൽ കൺട്രോളിലേക്കായിരിക്കും പോകുന്നത്. നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കിതിനെ ഇന്റേണലി കൺട്രോൾ ചെയ്യാൻ, അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സീ യു സൂൺ.